ലോകത്തിലെ സമ്പന്നരിൽ 11-മൻ ഒരു ഗോസ്റ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ലോകത്തെ ബാങ്കിങ് സങ്കല്പത്തെ തന്നെ മാറ്റിമറിച്ച ഒരു വ്യക്തി. ഇതുവരെ ഒരു ഫോട്ടോയോ വീഡിയോയോ എന്തിനേറെ ഇയാളുടെ ശബ്ദം പോലും ആർക്കും അറിയില്ല. പണത്തിൻ്റെ ഭാവി മാറ്റിമറിച്ച, പണമെന്ന സങ്കല്പത്തെ മാറ്റിമറിച്ച സതോഷി നക്കാമോട്ടോയുടെ കഥയാണ് ഇന്ന് നമ്മൾ സീറോ അവേഴ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബിറ്റ്കോയിൻ ഉണ്ടാക്കിയ അജ്ഞാതനായ ആ വ്യക്തിയെക്കുറിച്ചാണ്. ഇത് ഒരു വ്യക്തിയല്ല, ഒരു കൂട്ടം ആളുകളാണെന്ന് പറയുന്നവരുണ്ട്. എന്നാലും ബിറ്റ്കോയിൻ ഉണ്ടാക്കിയ ഈ വ്യക്തി അയാൾ ഒരു പർട്ടിക്കുലർ കാലം കഴിഞ്ഞതിന് ശേഷം ഒരു നിശ്ചിത കാലയളവിന് ശേഷം അയാളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ സതോഷിയുടെ വാലറ്റിൽ ഇപ്പോൾ ഏകദേശം $130 ബില്യൺ മതിപ്പ് വിലയുള്ള ബിറ്റ്കോയിൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 11,16,440 കോടി രൂപയോളം വരും. എല്ലാവർക്കും അറിയുന്നത് ഒരേ ഒരു പേര് മാത്രമാണ്, സതോഷി നക്കാമോട്ടോ. ഇയാൾ ഒരു വ്യക്തിയാണോ, ഒരു കൂട്ടം ആളുകളാണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ പേരിന് പിറകിൽ മറഞ്ഞിരിക്കുകയാണോ, ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഇതിൻ്റെ തുടക്കം പറയാം. 2008 കാലത്ത് ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴറുന്ന ഒരു കാലത്ത്, ബാങ്കുകളിൽ പോലും ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട കാലത്ത്, ചില ബാങ്കുകളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന ആ കാലത്ത് ഇൻ്റർനെറ്റിലൂടെ ഒരു ലേഖനം പുറത്തു വരികയാണ്. ആ ലേഖനത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു: ബിറ്റ്കോയിൻ എ പീർ ടു പീർ ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റം എന്നായിരുന്നു. ഓതറുടെ പേരിൻ്റെ നേരെ സതോഷി നക്കാമോട്ടോ എന്ന പേരും കാണാം. ആരാണ് അയാളെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ അയാൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ ഐഡിയ ലോകം മുഴുവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതൊരു സൂപ്പർ ഐഡിയ ആണ്. ബാങ്കുകളോ സർക്കാരോ ഏജൻറ്റുകളോ ഇല്ലാത്ത ഒരു കറൻസി. ആ ആശയത്തെ ലോകം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഓൺലൈൻ ലോകത്ത് ചർച്ച തുടങ്ങി. 2009 ജനുവരി 3-നാണ് ആദ്യ ബിറ്റ്കോയിൻ കറൻസി മൈൻ ചെയ്തെടുക്കുന്നത്. ശരിക്കും സ്വർണം ഖനനം ചെയ്തെടുക്കുന്നത് പോലെ ഓരോ ബിറ്റ്കോയിൻ ഉണ്ടാക്കുന്നതും ഇത്തിരി പ്രയാസമേറിയ ജോലി ആയതുകൊണ്ട് തന്നെയാണ് മൈനിങ് എന്ന പേര് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്, ആദ്യത്തെ 2 വർഷം ഈ ആശയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന എല്ലാ സംശയങ്ങൾക്കും മറുപടി പറഞ്ഞിരുന്ന സതോഷി ഒരു സുപ്രഭാതത്തിൽ ഒരു ഗുഡ് ബൈ പോലും പറയാതെ എങ്ങോട്ടോ പോയി. 2010 കാലത്തെ ഏകദേശം 1.1 മില്യൺ ബിറ്റ്കോയിൻ ആരാലും തൊടാതെ ആ സമയത്തും സതോഷിയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്നു. അതിൻ്റെ മൂല്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏകദേശം 130 ബില്യൺ. എന്ന് വെച്ചാൽ നമ്മുടെ മുകേഷ് അംബാനിയേക്കാളും ഗൗതം അദാനിയേക്കാളും സമ്പന്നനാണ് ഈ സതോഷി എന്ന് പറയുന്ന ഈ താരം. ആളെവിടെയാണെന്ന് ഇന്നും ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ ഈ പേര് വളരെ പ്രസിദ്ധമാണ്. നിങ്ങൾ വിക്കിപീഡിയ മറ്റോ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് ഒരാളുടെ പേരാണോ ഒരു കൂട്ടം ആളുകളുടെ പേരാണോ എന്ന കൺഫ്യൂഷൻ വിക്കിപീഡിയയിലും കാണാം. എന്നാൽ 2014 മരിച്ച ഒരു ബ്രില്യൻ്റ് കോഡർ ഉണ്ടായിരുന്നു. ഹാൽ ഫിന്നി എന്നായിരുന്നു അയാളുടെ പേര്. ഇയാളാണ് സതോഷി എന്ന് പറയുന്ന ചിലരുണ്ട്. മറ്റു ചിലർ പറയുന്നത് ഇത് വളരെയധികം കഴിവുകളുള്ള ഒരു കൂട്ടം ഡെവലപ്പേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയുടെ പേരാണ് എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. ഇതിൽ രസകരമായ കാര്യം, ഇയാളുടെ ഐഡൻറ്റിറ്റി അറിയാത്തത് കൊണ്ട് തന്നെ ക്രെയ്ഗ് റൈറ്റ് എന്നയാൾ ഞാനാണ് സതോഷി എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ 2024 UK ഹൈക്കോടതി ഈ അവകാശവാദം തള്ളിക്കളയുകയാണ് ചെയ്തത്. പണവും പ്രശസ്തിയും കിട്ടാൻ ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നമുക്കറിയാം. ഈ അത്തരമൊരു കാലത്ത് തൻ്റെ എല്ലാ പ്രശസ്തിയിൽ നിന്നും മറഞ്ഞു നിന്ന് ഇയാൾ ലോകത്തെ നോക്കിക്കാണുകയാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ. ആഗോള സാമ്പത്തിക വിപണിയെ മാറ്റിമറിച്ച ഒരാൾ ഇങ്ങനെ ഒളിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഇതൊരു കേവലം ജീനിയസ് എന്നതിനപ്പുറം ഒരു പുതിയ ചരിത്രം തന്നെയാണ്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത സീറോ ഹവേഴ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും എത്താം. ബൈ.